പാകിസ്ഥാനിലെ ബാലാകോട്ടിൽ 6 ഏക്കറിലായാണ് ജെയ്ഷ് ഇ മുഹമ്മദിന്റെ ഭീകര ക്യാമ്പ് വ്യാപിച്ചു കിടക്കുന്നതെന്ന് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി. ആധുനിക സൗകര്യങ്ങളുള്ള 6 കെട്ടിടങ്ങളിൽ 600-ലധികം ആളുകൾക്ക് താമസിക്കാനാകും. പെൺകുട്ടികളുടെ മദ്രസ പഠന കേന്ദ്രം എന്ന രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇസ്ലാമാബാദിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയാണിത്. പാകിസ്ഥാനിലെ വിദൂര ഗ്രാമങ്ങളിൽ നിന്നും റിക്രൂട്ട് ചെയ്യുന്ന കൗമാരക്കാരെയും യുവാക്കളെയും ഇവിടെ എത്തിച്ചാണ് പരിശീലനം നൽകുന്നത്. പുലർച്ചെ 3 മണിക്ക് ഇവർ ഉണരും. പിന്നെ നിസ്കാരവും ഖുർആൻ പാരായണവും. അതിനുശേഷം 3 മണിക്കൂർ കഠിന പരിശീലനം. AK-47 മെഷീൻ ഗൺ, റോക്കറ്റ് ലോഞ്ചേഴ്സ്, ഗ്രനേഡ് ലോഞ്ചേഴ്സ്, വയർലെസ് സെറ്റ് എന്നിവ ഉപയോഗിക്കാനുള്ള പരിശീലനവും നൽകും. അടിസ്ഥാന പരിശീലനങ്ങൾ കൂടാതെ GPS-ഉം മാപ്പ് റീഡിംഗും ആധുനിക രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനും ട്രെയിനിങ്ങും ഉണ്ട്. ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന ഭാഗത്തെ ചിലയിടങ്ങളിൽ വനമുള്ളതിനാൽ അകപ്പെട്ട രക്ഷപ്പെടുന്നതിനാണ് ഇത്തരം പരിശീലനങ്ങൾ നൽകുന്നത്. ഒഴിവു സമയങ്ങളിൽ ഫുട്ബോൾ കളിയിലാണ് ഇവർ പങ്കെടുക്കുന്നത്. ശാരീരിക ക്ഷമതയും ഊർജ്ജസ്വലതയും നിലനിർത്തുന്നതിനും ലക്ഷ്യം കീഴടക്കാനുള്ള ഉൾക്കരുത്ത് സമ്പാദിക്കാനും ഫുട്ബോൾ പോലെ ആസ്വാദികരമായ മറ്റൊരു വിനോദം ഇല്ലാത്തതിനാലാണ് മ്യൂസിക് പോലും കേൾക്കാൻ അനുവദിക്കാതെ കാൽപന്തിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുന്നത്. ഭീകര ക്യാമ്പുകൾക്ക് അടുത്തുകൂടെയാണ് ഹുനാർ നദി ഒഴുകുന്നത്. അവിടെ നീന്തൽ ഉൾപ്പെടെയുള്ള അക്വാട്ടിക് പരിശീലനങ്ങളും നടക്കുന്നുണ്ട്. ജെയ്ഷ് ഇ മുഹമ്മദിന്റേതാണ് ക്യാമ്പെങ്കിലും പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് റിട്ടയർഡ് പാക് മിലിറ്ററി ഉദ്യോഗസ്ഥരാണെന്നും രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ക്യാമ്പുകളിലെ ക്ലാസുകളിൽ ബാബറി മസ്ജിദ് ആക്രമണത്തിന്റെ വീഡിയോയും 1999-ൽ എയർ ഇന്ത്യ വിമാനം കാന്തഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയതിന്റെയും മസൂദ് അസറിനെ മോചിപ്പിച്ചതിന്റെയും ദൃശ്യങ്ങൾ കാണിക്കും. പുൽവാമ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പിടികൂടിയ ജെയ്ഷ് ഇ മുഹമ്മദ് ഭീകരരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായതെന്നും രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നു. കാശ്മീരിൽ സൈന്യം സാധാരണക്കാർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളും കാണിക്കുന്നുണ്ടെന്നും ചോദ്യം ചെയ്യലിൽ അവർ പറഞ്ഞിട്ടുണ്ട്. ബാലക്കോട്ട് പരിശീലനം പൂർത്തിയാക്കുന്നവർ പാക് അധിനിവേശ കാശ്മീരിലെ കെല്ലിൽ എത്തും. അവിടെ നിന്ന് കുപ്വാരയിലെ 4 വഴികളിലൂടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറും. ദുന്ദിയാൽ, കേന്ദാവാലി, മാഗം വനമേഖല, ലോബ, കേച്മ, കാൽപോര ഈ സ്ഥലങ്ങളാണ് പ്രധാന നുഴഞ്ഞുകയറ്റത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബാലക്കോട്ട് ക്യാമ്പിൽ പല കോഴ്സിനുള്ള പരിശീലനങ്ങളാണ് നൽകുന്നത്. 3 മാസത്തെ ഉന്നത നിലവാരമുള്ള കോഴ്സിന് ദൗര-ഇ-ഖാസ്, അത്യാധുനിക ആയുധ പരിശീലന കോഴ്സായ ദം അൽ റാത്ത്, പഠനാനന്തര പരിശീലനം എന്നിങ്ങനെ 3 കോഴ്സുകളാണുള്ളത്. ദേശീയ തലവൻ മസൂദ് അസറിന്റെ അളിയൻ യൂസഫ് അസറാണ് ക്യാമ്പിന്റെ തലവൻ. ജനവാസ കേന്ദ്രത്തിന് അകലെ മലമുകളിലായാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. അതിനാൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് പുറത്തു നിന്നുള്ള സാധാരണക്കാർക്ക് ഒരിക്കലും അറിയാൻ സാധിക്കില്ല. പ്രദേശത്തേക്ക് കടക്കാൻ ആരെയും അനുവദിക്കാറില്ലെന്ന് ക്യാമ്പിന് ഏകദേശം അകലെയുള്ള കർഷകർ റോയിട്ടേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളോട് പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.